തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. വിജയമല്ല, വലിയ വിജയപ്രദേശം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനേക്കായിക്കുള്ള ഒരു 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കും. പാലാ ശരിക്കും ഒരു ബ്ലീഡിങ് പാലാണ്. പാലാ ശരിക്കും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ഒരു കാലത്ത് സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായിരുന്ന പാല ഇന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന പാലയാണ്. രണ്ട്, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഒരു കാലത്ത് പാലാ ബാങ്ക് എന്ന് പറയുന്ന നാഷണലൈസ്ഡ് ബാങ്ക് ആക്കി മാറ്റിയ കാലഘട്ടമുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ ഇന്ന് പാലായിലെ ഡിപ്പോസിറ്റർമാരെ നട്ടലൊടിച്ചിരുന്നു. ഇവിടുത്തെ അടുത്ത ഒരു തലമുറ ഈ നാട്ടിലില്ല. ഇപ്പോൾ ഒരു 40 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 60% അബവ് ആളുകൾ പാല വിട്ടു പോയിരിക്കുന്നു. പാലയുടെ ഭാവി എന്ന് പറയുന്നത് ടൂറിസവും കൃഷിയും തന്നെയാണ്. ഇപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ ആളുകൾ ഭ്രാന്താന്ന് വിചാരിക്കും. പക്ഷേ ഒരു ഫുഡ് പാർക്കും 5000 ടണ്ണിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജും കൂടെ പാലായി വന്നാൽ ഇവിടുത്തെ കാർഷിക മേഖല ഭയങ്കരമായി പുഷ്ടിക്കും. കാർഷിക വിളകൾക്ക് ന്യായവില ലഭിക്കുകയും കർഷകന് ന്യായവില ലഭിക്കുകയും ഉപഭോക്താവിന് ന്യായവിലയ്ക്ക് കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും എല്ലാ സീസണിലും. പെട്ടെന്ന് പെരിഷബിളാവുന്ന എല്ലാ ഐറ്റംസും അവിടെ സൂക്ഷിക്കാനും അത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കാനും കഴിയും. അപ്പോൾ ഒരു കോൾഡ് സ്റ്റോറേജിന് 25 ഏക്കർ സ്ഥലം, അതിൽ 5000 ടണ്ണിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജ്, വെള്ളവും വെളിച്ചവും വഴിയും കണ്ടെയ്നർ പോകാനുള്ള വഴിയും ഉണ്ടാക്കി കൊടുത്താൽ ഈ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ന്യായവില ലഭ്യമാകും, കൃഷി ലാഭമായി മാറും. നമുക്കറിയാം, പാല എന്ന് പറയുന്നത് ലോകത്തുള്ള മലയാളികളുടെ മുമ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. പാല എപ്പോഴും നമുക്ക് ഒരു വികസനത്തിൻ്റെ കാര്യത്തിലും മറ്റേത് കാര്യത്തിലും ഒരു മോഡലായിട്ട് നിന്നിട്ടുണ്ട്. ഏത് ബൃഹത്തായ പദ്ധതികൾ കേരള സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് അത് പാലായിൽ ആരംഭിച്ച് പൂർത്തിയാക്കി ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയുള്ള റിംഗ് റോഡിൻ്റെ കാര്യമായാലും ആശുപത്രിയുടെ കാര്യമായാലും ബൈപ്പാസിൻ്റെ കാര്യമായാലും ഇപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള സിന്തറ്റിക് ട്രാക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനത് സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും ഇല്ലേ എന്നൊരു ചോദിക്കും. പക്ഷേ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇടുക്കി ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലോ അല്ലെങ്കിൽ കോട്ടയം ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും ഇല്ലാത്ത പാലായിലേക്ക് വരിക. റിംഗ് റോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇല്ലാത്തത്. ഇപ്പോൾ കോട്ടയത്ത് ബൈപ്പാസ് നമുക്കില്ല, ഇവിടുത്തെ റിംഗ് റോഡിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 15 വർഷത്തെ ഗ്യാപ്പ് ഇവിടെ ഒരു ജനറേഷൻ തന്നെ ഇല്ലാതെ. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇതിൻ്റെ റീസൺസിലേക്ക് പോകാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. റോഡ്, പാലം, കുടിവെള്ളം, ശുചിത്വം, ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റേതായ കുറവുകളും അപര്യാപ്തകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ഈ നാടിനെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് ഇവരുടെ മൗനമാണ്. ആ മൗനം ഇനി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിലെ വിലത്തകർച്ചയും കുട്ടികളുടെ മൈഗ്രേഷൻ ഇതെല്ലാം റിലേറ്റഡാണ്. ഇതൊക്കെ കണക്ട് ചെയ്താൽ പറ്റിയില്ല എങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാല പോകും. അത് ആണ് ഞങ്ങൾ മുമ്പിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. 2 ടൂറിസം. പിന്നെ ഇവിടെ ഞാൻ വന്ന ശേഷം ഡെവലപ്പ് ചെയ്തതാണ് ഇല്ലിക്കല്ലും ഇലവിഴ പഞ്ചറയും. നല്ല BMBC റോഡുകളുണ്ട്. ഇല്ലിക്കല്ലിലേക്ക് കയറാനുള്ള ടൈലും റീലിങ്സും കൊടുത്ത് നല്ല ടിപ്പ് ടോപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കണക്ഷനായിട്ട് തീർച്ചയായും വാഗമണ്ണിൽ നിന്നുള്ളൊരു റോഡ് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഉണ്ടാവണം. അതുണ്ടാക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് വാഗമണ്ണിനെയും ഇല്ലിക്കലിനെയും ഇലവിഴ പഞ്ചറയും കണക്ട് ചെയ്യുന്ന റോഡായിരിക്കും. അപ്പോൾ ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു തുടങ്ങും. ഇവിടെ ഹോം സ്റ്റേകൾ 20 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ കിട്ടും. 2 4 സ്റ്റാർ സ്റ്റാൻഡേർഡുള്ള റൂംസ് ഉണ്ടെങ്കിൽ ഒരു 5000 രൂപ വെച്ച് ചാർജ് ചെയ്യാം. വാഗമണ്ണിൽ 10000 രൂപയ്ക്ക് റൂം കിട്ടാനില്ല. ഈ ടൂറിസ്റ്റുകൾ ഗൂഗിളിൽ ഇട്ട് നോക്കുമ്പോൾ അവർ ആ സ്റ്റേ ഇങ്ങോട്ട് മാറ്റും. കാരണം 3000 അടി ഹൈറ്റിലുള്ള നല്ല തണുപ്പുള്ള പ്രദേശമാണ്. ഇലവിഴ പഞ്ചറയുടെ ഒരു പ്രത്യേകത സൺറൈസും സൺസെറ്റും കാണാം. ആ ഒരു വ്യത്യാസം കൂടി ഇവിടെ വരും. അതുപോലെ പാലായിൽ മീനച്ചിലാറിന് കുറുകെ സെൻറ് തോമസ് കോളേജിൻ്റെ ഭാഗത്തായിട്ട് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ്, തണ്ണീർമുക്കം ബണ്ട് പോലെ ഒരെണ്ണം നിർമ്മിക്കാൻ 19,87 ലക്ഷം രൂപ സാങ്ഷനായത്. അത് അവർ ഫ്രീസറിൽ വെച്ചു. അത് അടിയന്തരമായി ഉണ്ടാക്കും.
അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പനക്കപ്പാലം വരെ വെള്ളം നിൽക്കും. ആറ്റിലെ ചേറും ചെളിയും മണ്ണും കോരി സൈഡിൽ നിൽക്കുന്ന ആറിനെ കയ്യേറിയിരിക്കുന്ന മരങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റി വെള്ളത്തിനാറ്റുകൾ സുഗമമായി വെള്ളം ഒഴുകാവുന്ന സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ തീർച്ചയായും ഒരു 3-4 ആൾ വെള്ളം അവിടെ നിൽക്കും. അപ്പം ബോട്ടിംഗ് ആകാം. അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്താൽ ഒരു 3 മാസം പിടിക്കരുതെന്ന് പറഞ്ഞാൽ 4-ാം മാസം വരെ ആളുകൾക്കൊരു ഇൻകം അതിനകത്തുനിന്നുണ്ടാവും. പ്രായോഗികമായ ടൂറിസത്തെ എങ്ങനെ വളർത്താം എന്നുള്ള നിലയ്ക്ക്. അതുപോലെ അൽഫൻസ പുണ്യവതിയുടെ സ്ഥലമാണ് ഭരണിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ അതാണ് എടപ്പാടി അമ്പലം. രാമപുരത്തെ നാലമ്പലം കുഞ്ഞച്ചൻ്റെ കബറുണ്ട്. ഈ 2 സ്ഥലങ്ങളും പിൽഗ്രിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയാൽ പാലായെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഈ ബോട്ടിങ്ങും ഒക്കെ കൂടെ വന്നു കഴിയുമ്പം നൈറ്റ് ലൈഫ് ആകും പാലായിൽ. ഇപ്പോൾ 8 മണിയാകുമ്പോൾ പാലായിൽ കടടച്ച് പോകാനും ഇല്ല പാലായിൽ. ആ ഒരു മാറ്റത്തിന് വേണ്ടി അത്തരം ചില തീരുമാനം. അതുപോലെ പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് റോഡ്, 4 4 ലൈൻ ട്രാഫിക്, 1 വേ അതിവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഇത്രയുമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റായി കൊച്ചി വരുന്നവരും വാഗമണ്ണി വരുന്നവരും പാലായിലേക്ക് ഒരു എൻട്രി ആയി. ആ രീതിയിൽ ഒരു വികസന പ്രവർത്തനമാണ് എൻ്റെ മനസ്സിലുള്ളത്. വലിയ ഒരു വികസന മാതൃകയുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി അതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവിടെ പാല എന്നുള്ളൊരു ബ്രാൻഡിന് അത് മങ്ങലേറ്റിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യവും മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും നമുക്കറിയാം, നമ്മുടെ സ്ട്രെങ്ത് കോട്ടയവും പാലയായും ലാൻഡ് ഓഫ് ലെറ്റേഴ്സാണ്, അത് അറിവാണ്, വിജ്ഞാനമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂത്ത് നമുക്ക് പലപ്പോഴും പുറത്തേക്ക് പോകുന്നു. അത് ഇവിടെ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ എടുക്കുകയാണ്, താങ്കളൊക്കെ ഒന്ന് പോയി കാണുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഒരു പുതിയ ഒരു സ്ഥാപനം. അത് JEE മെയിൻ എക്സാം എഴുതി IITയുടെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് എടുക്കുന്ന കുട്ടികൾ അവിടെ വരുന്നത്. അത് ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി നമ്മൾ 50 ഏക്കർ സ്ഥലത്ത് സ്ഥാപിച്ചു. അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും. IIIT കോട്ടയം എന്നടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കാണും. ഇന്ന് 3000-ഓളം വരുന്ന കുട്ടികൾ അവിടെയുണ്ട്. അവിടുത്തെ പ്ലേസ്മെൻറ്റ് 65 തൊട്ട് 75 ലക്ഷം രൂപ വരെ ആനുവൽ പേ ആയിട്ട് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നു. അത് ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്നു, ഏറ്റവും കൂടുതൽ ഫാക്കൽറ്റി ഉണ്ടാകുന്നു, ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയിലെ MHRDയുടെ കീഴിലുള്ള ഈ സ്ഥാപനം നമ്പർ 1 ആയി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് 2 മാസക്കാലം കേന്ദ്ര ധനകാര്യമന്ത്രി വന്ന് വിസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസവുമായി ബന്ധപ്പെട്ട് സയൻസ് സിറ്റി തൊട്ടടുത്തുള്ളത്, ഇതെല്ലാം നമ്മൾ യൂത്തുമായി ബന്ധപ്പെട്ട അവർക്ക് കൂടുതൽ വിഷൻ കൊടുക്കുവാനും ഇവിടെ നമുക്ക് നിലനിർത്തുവാനുമാണ്. ഇപ്പോൾ IIITയോടൊപ്പം തന്നെ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ ഒരു ഇൻഡസ്ട്രി വരണം. എന്ത് ഇൻഡസ്ട്രിയാണ്? നോൺ പൊല്യൂഷനായുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി. എന്താണ്? നമുക്ക് എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കോ അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലെ അതിനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പം കിൻഫ്ര തന്നെ ഇൻ പ്രിൻസിപ്പൾ എഗ്രി ചെയ്തു. അവർ സ്ഥലം വന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ വന്നു കഴിയുമ്പോൾ പാലായിലെ അല്ല ഈ കോട്ടയം ജില്ലയുടെ നമ്മുടെ മോച്ചായി തന്നെ മാറും. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് അതിനു വേണ്ടിയുള്ള, അത് പറഞ്ഞാൽ തീരെയല്ലാത്ത രീതിയിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ പാലായുടെ സുവർണ്ണ കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാനുള്ള ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പാലായിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞാൽ ആദ്യകാലത്തുള്ളതാണ് നമ്മുടെ സെൻറ്റ് തോമസ് കോളേജ്, അൽഫോൺസ കോളേജ്. ഇപ്പോൾ ഈ നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പഠിക്കാനുള്ള പരിശീലന കേന്ദ്രം ബ്രില്യൻ്റ് അടക്കം പാലായിലാണ്. പക്ഷേ ഈ പഠിച്ചിറങ്ങാനുള്ള സാധ്യതയല്ലാതെ ഇറങ്ങുന്നവർക്ക് തൊഴിലെടുക്കാനുള്ള സാഹചര്യം പാലായെ സംബന്ധിച്ചുള്ള എത്രമാത്രം ഉണ്ട്? ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പം തന്നെ അതിനോട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ പുലിൻ്റെ വീട്ടിലാണ്. ഇതിന് ചുറ്റുവട്ടമുള്ള എല്ലാ വീടുകളും ബ്രില്യൻറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വീടുകളാണ്. എല്ലാ വീട്ടുകളിലും എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ഹോസ്റ്റലുണ്ട്, കുട്ടികളുടെ ആവശ്യമുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് ബ്രില്യൻറ്റ് ജോലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാല മൈനസ് ബ്രില്യൻറ്റ് സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയാണ്. ബ്രില്യൻ്റ് എന്ന് പറയുന്ന സ്ഥാപനവും ബ്രില്യൻറ്റിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സ്കൂളുകൾ, ചാവറ ഉൾപ്പെടെയുള്ള സ്കൂളുകളും ഈ നാട്ടിലുള്ളത് കൊണ്ടും അവിടേക്ക് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കുട്ടികളിവിടെ പഠിക്കാൻ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പട്ടണം റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ
അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് ഇവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തൊഴിലിന് ഒരവസരവും ഒരവസരം പഠിപ്പിച്ച് വിടാം. ഇവിടെ എവിടെയെങ്കിലും പോയി ഇന്നത്തെ പ്രശ്നം വെച്ചാൽ പണ്ട് പാലായിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് പണം ഉണ്ടാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യും. ഇവിടെ വീട് മേടിക്കും, ഇവിടെ കെട്ടിടം പണിയും, ഇവിടെ സ്ഥലം മേടിക്കും. ഇതെല്ലാം മാറിയിട്ട് ഇവിടെയുള്ള വസ്തുക്കൾ വിറ്റിട്ട് ഇവർ പോകാൻ തുടങ്ങിയിരിക്കുന്നു. അത് പാലായ്ക്ക് വലിയ അപകടമാണ്. അത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയുടെ ഒരു വലിയ തിരിച്ചുവരവ് എനിക്ക് പാലായോട് പറയാനുള്ളതും പാലയുടെ ഏറ്റവും ആവശ്യമായിട്ടും ഞാൻ കാണുന്നത് പുണ്യം ചെയ്തൊരു ഭൂമിയാണ് പാല. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ നാട്, നല്ല മണ്ണ്, നല്ല കാലാവസ്ഥ, നല്ല മഴ. അപ്പം ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് ലോകത്തെവിടെയും കണ്ടാകില്ല. ഈ ക്ലൈമറ്റിന് വലിയ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് നമുക്ക് നാട്ടിൽ ധാരാളമായിട്ട് വളർത്താൻ കഴിയും. മാത്രമല്ല എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫ്രൂട്ട് വില്ലേജായി മീനച്ചിൽ താലൂക്കിലെ മാറ്റണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പണം വരുമ്പോൾ എന്നോട് രാജീവ് ചന്ദ്രശേഖർ പറയുന്നൊരു കാര്യമുണ്ട്, ടാലൻറ്റ്, ഓപ്പർച്യൂണിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് മൂന്ന് റിലേറ്റഡാണ്. ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്തേക്ക് ടാലൻറ്റ് വരും, ടാലൻറ്റ് ഉള്ളിടത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം, പുറകെ ഇതെല്ലാം ഇവിടെ എത്തും. അപ്പോൾ അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവിടെ ലോട്ടറിയുടെയും കള്ളിൻ്റെയും പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മോദിജിയുടെ അനുഗ്രഹത്തോടുകൂടി ഇന്ത്യയിലെ തന്നെ മികച്ച പട്ടണങ്ങളിലൊന്നായി അടുത്ത 5 വർഷക്കാലം കൊണ്ട് പാലാ മാറും. അതിനുള്ള ശ്രമമാണ്. ഇവിടുന്ന് പോയ കുട്ടികൾ പാലായെ കണ്ട് പാലായുടെ മുന്നേറ്റം കണ്ട് തിരിച്ചു വരും. ഇപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാലായിൽ ആദ്യകാലം തൊട്ടേ ഉണ്ട്. ഇപ്പം ബ്രില്യൻ്റ് അടക്കമുള്ള പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പലപ്പോഴും കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികളും വിദേശത്ത് പഠിക്കാനും തൊഴിൽ നേടാനും ഒക്കെ പോകുന്നത്. കുട്ടികൾക്ക് ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് പാലായിൽ നല്ല വ്യവസായങ്ങളും മറ്റും IT പാർക്കുകളടക്കം കൊണ്ടുവരുന്നതിനുള്ള ഈ ഫുഡ് പാർക്കിൽ തന്നെ അനേകം പേർക്ക് തൊഴിലവസരം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ വിശ്വാസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനി അവിടെ 2500 പേർക്കാണ് ജോലി കൊടുക്കാൻ പോകുന്നത്. മൂന്നാമത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഫ്ലോറിഡയിലുള്ള ആൾ എരുമേലിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവിടുത്തെ സമയം അനുസരിച്ചുള്ള ACCA കമ്പനിയാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, ജോസ് തോമസ് അസോസിയേറ്റ്സ്. അവരോട് ഞാൻ നിർബന്ധിച്ച് പാലായി കൊണ്ടുവന്നു. അവിടെ 30 പിള്ളേർ, ഒരു 20 പിള്ളേർ പാലക്കാരാണ്. 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വൈകിട്ട് 8 മണിക്കാണ്, പണി തിരുന്ന രാവിലെ 4 മണിക്ക്. അവിടെ തന്നെ കിടക്കാനും സകല സൗകര്യമുള്ള സെൻട്രലൈസ് ചെയ്യുള്ള ആൾ. പുള്ളി ഒരു ഇൻഫോ പാർക്ക് കൂടി ഞാൻ എടുത്തു കൊണ്ടാണ്ട് ഇപ്പോൾ 4 ഏക്കർ മേടിച്ചിട്ടുണ്ട്. ചെറിയ തോതിലുള്ള ഇൻഫോ പാർക്ക് കൂടി പ്രൈവറ്റ് പാർട്ടിയെ കൊണ്ടും നമ്മൾ പാലായുടെ വികസനത്തിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യും. പലപ്പോഴും ഈ പാലായെക്കുറിച്ച് പറയുമ്പോൾ ഒരു കേരള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് പാലായ്ക്ക് പറയും. പക്ഷേ ഈ കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന മതേതര പാർട്ടിയാണെങ്കിലും ഭൂരിഭാഗവും ക്രൈസ്തവ സമൂഹത്തെയാണ്. ഈ ക്രൈസ്തവ സമൂഹം ഈ അടുത്ത കാലത്ത് ചില വെല്ലുവിളികൾ നേരിട്ടപ്പോൾ, അല്ലെങ്കിൽ അവർ അധിവസിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ അവിടെയൊക്കെ ഇടപെടണം അല്ലെങ്കിൽ ഇടപെടും എന്ന് ക്രൈസ്തവ സമൂഹവും പൊതുസമൂഹവും വിശ്വസിച്ചവർ പലപ്പോഴും ഇടപെട്ടില്ല. അവിടെയൊക്കെ എങ്ങനെയാണ് അങ്ങ് ഇത്രമാത്രം ഇടപെടാനും സാഹചര്യം ഉണ്ടായത്? അതിന് ഈ പ്രസ്ഥാനം, അങ്ങ് പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനം എത്ര ഇതിൽ പിന്തുണ തന്നു? അത് ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. പാല എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ മണ്ണാണ്. കേരളം മുഴുവൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് വേണ്ടി, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനം എന്നാണ് വെപ്പ്. നിങ്ങളൊരു 20 വർഷം എടുത്ത് പരിശോധിച്ച് നോക്കി. ഈ കഴിഞ്ഞ ഒരു 20 വർഷക്കാലത്തിനിടയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന എത്രയോ പ്രതിസന്ധികളുണ്ടായി. ഒരിടത്ത് പോലും, ഒരു പ്രാവശ്യം പോലും കേരള കോൺഗ്രസിന് ഒരു നേതാക്കൾ ഇടപെട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. മുനമ്പം വിഷയം വന്നു. കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി എവിടെയായിരുന്നു? പള്ളിത്തുരുത്തി സെൻറ് ജോസഫ് സ്കൂളിൽ ഹിജാബ് പ്രശ്നമുണ്ടായി, ഒരു കോൺവെൻറ്റ് സ്കൂൾ പൂട്ടിച്ചു STP. എവിടെയായിരുന്നു ജോസ് കെ മാണി? ഇവിടെ 80-20 സംവരണ വിഷയമുണ്ടായി. ആ സംവരണ വിഷയത്തിൽ ഇവിടെ വിശ്വാസികൾ ഹൈക്കോടതിയിൽ കേസിന് പോവുകയും കേസ് ജനസംഖ്യ ആനുപാതികമായി സംവരണം കൊടുക്കണമെന്ന് വിധി വരികയും ചെയ്തതിന് ശേഷം സംസ്ഥാന സർക്കാർ ആ നിലപാടിനെതിരെ അപ്പീൽ പോയി. എവിടെയായിരുന്നു ജോസ് കെ മാണി? 5 വർഷമായില്ലേ? മാത്രമല്ല, ക്രൈസ്തവരെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും ഒരക്ഷരം മിണ്ടാതെ ഉടനെ പറയും നോർത്ത് ഇന്ത്യ. എന്ത് പറഞ്ഞാലാണ് നോർത്ത് ഇന്ത്യയിലോട്ട് പറയും.
അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ജെ വി കോശി കമ്മീഷൻ 3 വർഷമാണ് ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. ജോസ് കെ മാണിക്ക് മിണ്ടാൻ പറ്റിയോ? സാധാരണക്കാർ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഏത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ് റബ്ബർ. 250 രൂപ റബ്ബറിന് വില കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് മേടിച്ചുകൊണ്ട് പോയത്. എവിടെ റബ്ബറിൻ്റെ പൈസ? ഇതൊക്കെ പറയണ്ടേ? ഇവിടെ UDF സ്ഥാനാർത്ഥി ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ തുറന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എനിക്ക് ഇതിലെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്, ഇതിനെല്ലാം ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെൻ്റെ പ്രസ്ഥാനം എനിക്കൊന്ന് സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ഒരു മതേതര പാർട്ടിയാണെങ്കിലും ക്രൈസ്തവ സമുദായം ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് അങ്ങയുടെ പ്രസ്ഥാനം. ഈ ക്രൈസ്തവ സമുദായം പല രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ നേരിടും. അത്തരം കാര്യങ്ങളിലൊക്കെ എത്തരത്തിലൊരു ഇടപെടലുകളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്? നമുക്കറിയാം, പലപ്പോഴും ചിലർ ചോദിക്കും, നിങ്ങൾ ഇത്രയും നാൾ UDFനോടൊപ്പം ഉണ്ടായിരുന്നതല്ലേ, അത് LDF ഇതിൻ്റെ കൂടെ പോകുമ്പോൾ എന്നാ ചെയ്യാൻ പറ്റും, സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഒരു കാര്യം വളരെ വെളിപ്പെടുത്തേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, UDFൽ 40 വർഷമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടി മാണി സാറിൻ്റെ അന്ത്യത്തിന് ശേഷം, അല്ലെങ്കിൽ മാണി സാറിൻ്റെ വേർപാടിന് ശേഷം, അച്ചാച്ചൻ്റെ വേർപാടിന് ശേഷം ഞങ്ങളെ പുറത്താക്കിയതാണ്. അതെല്ലാം ചാനലിൽ അറിയാമല്ലോ, അത് ശരിയല്ലേ? അതെ. അപ്പോൾ ആ പുറത്താക്കിയതിന് ശേഷം നമ്മൾ നിരന്തരമായി നോക്കി തിരിച്ചു വരാൻ, പക്ഷേ ഞങ്ങളെ സ്വീകരിച്ചില്ല. ഒരു പക്ഷേ ഞങ്ങൾ തീർന്നു പോകും എന്നുള്ള ഒരു ചിലപ്പോൾ അവർക്ക് തോന്നിയുകൊണ്ടായിരിക്കും അങ്ങ് തീർന്നു പോയ ഇതെല്ലാം കോൺഗ്രസ്സിൽ ചെന്നെത്തും എന്നുള്ളത്. പക്ഷേ അന്നേരം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് അത് തീർച്ചയായും ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി, പ്രത്യേകിച്ച് 5 വർഷക്കാലം എത്രയോ ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു കേരള ചരിത്രത്തിൽ. ഞാൻ ഏതെങ്കിലും LDFൻ്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് മാത്രം വെറുതെ പ്രസംഗിച്ച് പറയുകയല്ല, പക്ഷേ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എത്രയോ ബൃഹത്തായ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനി സഭയുടെ കാര്യങ്ങളും സമുദായത്തിൻ്റെ കാര്യങ്ങളും പറയുമ്പോൾ എല്ലാ സമുദായങ്ങളും ചേർത്ത് പിടിച്ചിട്ടാണ് അതിനകത്ത് കേരള കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദിക്കുമ്പോൾ നമ്മൾ എത്രയോ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഏതാണ് UDFിലുള്ളപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ LDF വന്നപ്പോൾ ചെയ്തു. ഇപ്പോൾ റേഷൻ കാർഡ് സന്യസ്തർക്കുള്ളത് ഇല്ലായിരുന്നു, ഇത്രയും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇല്ലായിരുന്നു. ഞാനിടപെട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് സന്യസ്തർക്കുള്ള അവരുടെ പെൻഷൻ, അതായിരുന്നു ഈ പഞ്ചായത്ത് ഇലക്ഷന് പോയപ്പോൾ പലതും മഠത്തിലൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പെൻഷനില്ല, ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുന്നു, എത്രയോ വർഷങ്ങളായി. അതിടപെട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് EWSുമായി ബന്ധപ്പെട്ട് 10% സംവരണവുമായി, എക്കണോമിക്കലി ഈ വീക്കസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന മൈനോറിറ്റിയിലുള്ള അവർക്ക് 10% നമ്മളിടപെട്ടാണ് അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇന്ന് ന്യൂനപക്ഷത്തിൻ്റെ കൂടെയുള്ള നമുക്ക് മൈനോറിറ്റി ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 3-4% ഇന്ന് 30 ലക്ഷം രൂപ വരെ അത് കുട്ടികൾക്ക് പഠിക്കാൻ, വലിയ കൃഷി ചെയ്യാൻ, സംരംഭം തുടങ്ങുവാൻ ഇന്ന് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടെങ്കിലും പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നതും അത് കോഴിക്കോടൊക്കെ ആയിരുന്നു അതിൻ്റെ ഓഫീസ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഓഫീസൊക്കെ ഇപ്പോൾ കോട്ടയത്ത് തുടങ്ങുവാനും കേരള കോൺഗ്രസിൻ്റെ ഒരു വ്യക്തിയെ അതിന് പ്രതിദാനം ചെയ്യുവാനും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ സഭയ്ക്കും അതിൽ മൈനോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മാത്രമല്ലല്ലോ നമ്മൾ JB കോശി കമ്മീഷൻ, ഇത് നമുക്കറിയാം അങ്ങനെ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പഠനം നടത്താൻ UDFിലുള്ളപ്പോൾ തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ അത് പഠിച്ചു, അത് റിപ്പോർട്ട് പുറത്തേക്ക് വിടണമെന്നുള്ള ഡിമാൻഡായിരുന്നു, അത് പുറത്തേക്ക് വിട്ടു. അതിനകത്ത് പല കാര്യങ്ങളും ഇപ്പോൾ സന്യസ്തർക്കുള്ള പെൻഷൻ ഉൾപ്പെടെ അതിനകത്ത് ശുപാർശയാണ്. അത് പലതും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ ഒരു ഇടപെടൽ അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള 20,000 കുടുംബങ്ങൾ ശരിയാണ് പ്രതിഷേധം വന്നു. എന്താണ് ഉണ്ടായത്? NSSന് അവർ സുപ്രീം കോടതിയിൽ പോയി ആ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് അതിനുള്ള അനുവാദം മേടിച്ചു. പക്ഷേ അവിടെ SLP ആയിട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ മാനേജ്മെൻറ്റ് 100ഓളം കണക്കിന് ആളുകൾ അവിടെ പെറ്റീഷൻ കൊടുത്തു. അത് പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകപക്ഷീയമായ ഒരു തീരുമാനം ഇന്ന് നമുക്ക് സർക്കാരിന് എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും നമുക്കറിയാം കണ്ടന്റ് ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വന്നപ്പോൾ അഫിഡവിറ്റ് ഇവർക്കും കൊടുക്കണം, ഈ പറയുന്ന ക്രൈസ്തവ സഭയ്ക്കും സിമിലറാണ് കൊടുക്കണമെന്ന് അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഫിഡവിറ്റ് കൊടുത്തു. ഏതൊക്കെയാലും
വരുമ്പോൾ അതിൻ്റെ സുപ്രീം കോടതിൻ്റെ വെടിറ്റ് എന്താകട്ടെ അന്തരം നോക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഇന്ന് നിയമനം നടത്താനുള്ള തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ മേരി ബെരിഞ്ഞ കവിയത്രി സിസ്റ്റർ മേരി ബെരിഞ്ഞയുടെ കവി 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമുക്ക് കയറ്റാൻ കഴിഞ്ഞു. അതും നമ്മുടെ ഒരു ഇടപെടലുണ്ട്. ചാവറ പിതാവിൻ്റെ നമുക്കറിയാം, അത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു, അത് വീണ്ടും ഉൾപ്പെടുത്തുവാനായിട്ട് നമുക്ക് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആദ്യമേ ആ മുനമ്പത്ത് ചെന്ന ഒരു സ്റ്റേറ്റ് ലീഡർ എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം പല പാർട്ടികളിൽ ചെന്നു, ആരും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ അതിനുശേഷം അവിടെയുള്ള വൈദികനും അവിടെയുള്ള ആക്ഷൻ കൗൺസിൽ ജോസഫ് ഉൾപ്പെടെ ഈ ഭവനത്തിൽ ഈ സീറ്റിൽ വന്നിരുന്നിട്ട് പറഞ്ഞു ജോസ് കെ മാണി ഇടപെടണമെന്ന് പറഞ്ഞു. നമുക്കറിയാം അത് ട്രൈബ്യൂണലുണ്ടായിരുന്നു. ഏതൊക്കെയാലും അതിനകത്തൊരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ലാൻഡ് ടാക്സ് അവർക്ക് പേ ചെയ്യണം, എങ്കിലേ ഒരു അവകാശമാകുകയുള്ളൂ. അത് പേ ചെയ്യാനായിട്ടുള്ള അനുവാദം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു. ഏറ്റവും ചർച്ച ചെയ്ത വിഷയമല്ലേ വഖഫ് ബോർഡുമായിട്ടുള്ള വിഷയം. ആ വിഷയത്തിൽ നമുക്കറിയാം സഭാ നേതൃത്വം തന്നെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, വാർത്തകൾ വന്നല്ലോ, ഈ ചാനലിൽ വന്നല്ലോ, എല്ലാവരോടും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഭരണഘടനാപരമായി നമുക്കൊരു അവകാശമുണ്ട്. എന്താണ്? നമുക്ക് അനീതിയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശം, അത് അതിനകത്ത് നിഷേധിച്ചിരുന്നു. അപ്പോൾ ആ ബില്ല് വരുമ്പോൾ ഇതിനെ പിന്താങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഈ മുഴുവൻ എം പിമാരോടും എം എൽ എമാരോടും നമ്മൾ സൂചിപ്പിക്കേണ്ട, ആരാ? സഭാ നേതൃത്വം സൂചിപ്പിക്കുകയുണ്ടായി. ആരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തോ? ഈ രാജ്യത്ത് പ്രതിപക്ഷത്ത് ഒരാൾ പോലും ആ ക്ലോസിനെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ അത് സപ്പോർട്ട് ചെയ്ത് ആ ക്ലോസിനെ സപ്പോർട്ട് ചെയ്തത് അത് കേരള കോൺഗ്രസ് എം മാത്രം, ഞാൻ മാത്രമായിരുന്നു സഭയ്ക്ക് വേണ്ടി നിന്നത്. അവിടെ ഈ വന്യമൃഗത്തിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അത് 1972 കോൺഗ്രസ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിനകത്ത് വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ടത് എവിടെയാണെന്നുള്ള നിർവചനം കൊടുത്തില്ല. പല പ്രാവശ്യം അവരിരുന്നപ്പോൾ അമെൻമെൻറ്റ് നടത്തി, BJP ഇരുന്നപ്പോൾ അമെൻമെൻറ്റ് നടത്തി, ഭേദഗതി നടത്തി. പക്ഷേ ആ ഭേദഗതി ഒന്നും അവർ ചെയ്യാൻ തയ്യാറായില്ല. എന്താണ്? പുറത്തേക്ക് വരുമ്പോൾ അക്രമകാരികളെ വെടിവെക്കാം, നമുക്ക് സംരക്ഷണം കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇനി എന്താകട്ടെ ഒരു നിയമ ഭേദഗതി നടത്താൻ പറഞ്ഞു. ആ നിയമ ഭേദഗതി നമ്മൾ നടത്തി. ഇപ്പോൾ ഇനി അത് പ്രസിഡൻറ്റിൻ്റെ സിഗ്നേച്ചർ വേണം, അതിനകത്ത് സൈൻ വേണം. തീർച്ചയായിട്ടും അത് ചെയ്യും എന്നാണ് കരുതുന്നത്. ബഫർ സോണുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടതും അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിൻ്റെ എംപവർ കമ്മിറ്റി കേന്ദ്രത്തിലുണ്ട്. ആ കേന്ദ്രത്തിലെ എംപവർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ ഇതുണ്ടെങ്കിൽ എംപവർ കമ്മിറ്റിയെ സമീപിക്കൂ. അവിടെ സമീപിച്ച ഒരേ ആൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. 41 പേജുള്ള 40 പേജോളമുള്ള റിപ്പോർട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ് ബഫർ സോൺ കേരളത്തിൽ ആവശ്യമില്ല എന്നവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കാണുന്നു. നമുക്കറിയാം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ ഇടുക്കി മേഖലയിൽ പട്ടയം കൊടുത്ത മേഖല, ഇടുക്കി മാത്രമല്ല കേരള സംസ്ഥാനത്ത് മുഴുവൻ അത് വീടും കൃഷിയുമല്ലാത്ത എല്ലാം നിയമവിരുദ്ധമായി. അപ്പോൾ അതിന് വേണ്ടത് ഒരു നിയമ ഭേദഗതി തന്നെയായിരുന്നു വേണ്ടത്, നിയമനിർമ്മാണമായിരുന്നു വേണ്ടത്. അത് നിയമസഭയിൽ നമുക്ക് ആ നിയമ ഭേദഗതി നമുക്ക് കൊണ്ടുവരാണ്. അത് പൈലറ്റ് ചെയ്തതും കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് കടൽ മണൽ ഖനനം, ഒരുപക്ഷെ തീരദേശങ്ങൾ കേരള കോൺഗ്രസ് അധികം ഒന്നും പ്രതിദാനം ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ആ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കടലിൻ്റെ മക്കൾ കടലവകാശം കൊടുക്കണമെന്നുള്ള നിയമമുണ്ടാകണം എന്ന് പറഞ്ഞത് 2 വർഷക്കാലം നിയമസഭയിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നമ്മളാണ്. അതിനോട് BJP ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ ആ ഭേദഗതി വേണം, അല്ലെങ്കിൽ ആ നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിനോടുകൂടി അസോസിയേറ്റ് ചെയ്തു. മാത്രമല്ല ഇവിടെ നമ്മുടെ കൊല്ലത്ത് 242 സ്ക്വയർ കിലോമീറ്ററോളം കടൽ ഖനനം കേന്ദ്രം ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ ശക്തമായി അതിനകത്ത് സമരം നടത്തുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തു. വീണ്ടും അത് BJP ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും. അവിടെയും നമ്മൾ ഇടപെടുകയും ഒരു റെസൊല്യൂഷൻ നിയമസഭയിൽ പാസ്സാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു നിയമസഭയിൽ. ഇത് മാത്രമാണോ? ഛത്തീസ്ഗഡിൽ വിഷയമുണ്ട്, സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ അവിടെ വന്നുപോയി എന്നുള്ളതല്ല, അവിടെ 3-4 ദിവസം താമസിച്ച് ബെയിൽ കിട്ടുന്നോടം വരെ അവിടെ താമസിച്ച് മാത്രമല്ല അവിടെ അവർക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇടതുപക്ഷം CPM-ഉം CPI-യും ഞങ്ങളോട് ചേർന്ന് അവരുടെ യൂണിയൻ, ഞങ്ങളുടെയല്ല, ആ സ്ഥലത്തുള്ളത് കൊണ്ട് അവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ടാണ് നമുക്ക് രക്ഷ നേടുവാൻ കഴിഞ്ഞത്. അങ്ങനെ നിരവധി പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ, ഒരുപക്ഷെ UDF-ൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് ചെയ്യുവാൻ കഴിഞ്ഞു. റബ്ബറിൻ്റെ വില നമുക്കറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. 150, 170, 150 200 ആക്കി.
അതും നമ്മുടെ ഒരു ഇടപെടലുകൾ തീർച്ചയായിട്ടും അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്കറിയാം, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എവിടെ വേണമെങ്കിലും നമുക്ക് കാണുവാനും, എവിടെയാണോ എന്തൊക്കെയാണോ ഇടപെടാൻ കഴിഞ്ഞിരിക്കുന്നത് അവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സഭയുടെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റു സമുദായ കാര്യങ്ങളും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ ഈ BJP രാഷ്ട്രീയം പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധമാണെന്ന് ഇങ്ങനെ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒക്കെ പല ഘട്ടങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുക. BJP ആകമാനം ക്രൈസ്തവ വിരുദ്ധരാണ് എന്ന രീതിയിൽ പറയുന്നു. അങ്ങിപ്പോൾ വന്നിട്ട് എത്രത്തോളം നാളമായി ഈ BJPയിൽ അങ്ങനൊരു ക്രൈസ്തവ വിരുദ്ധത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിരുദ്ധത BJPക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? 25 മാസവും 25 ദിവസമായി ഞാൻ ഇന്ന് പാർട്ടിയിൽ വന്നിട്ട് 25 ഇത് ഓരോ ദിവസം എണ്ണുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ അഭിമാനം അത്ര വലുതാണ്, എനിക്കുണ്ടായ പ്രവർത്തന സ്വാതന്ത്ര്യം എത്ര വലുതാണ്. അതിനേക്കാൾ ഉപരി ഒരു 25 വർഷം കേരള കോൺഗ്രസ് കളിച്ച് നടക്കുന്ന എനിക്ക് അതിനേക്കാൾ കൂടുതൽ എൻ്റെ സഭയ്ക്കും സമുദായത്തിനും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് BJPയിൽ വന്നതിന് ശേഷം. ഒരുപക്ഷെ 50 വർഷക്കാലം കൊണ്ട് കേരള കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇടപെടലുകൾ സഭയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങൊരു പുതിയ ആപ്പ് ഇറക്കിയല്ലോ കൊച്ചേട്ടൻ, അത് ഇവിടുത്തെ യൂത്തിൻ്റെ ഇടയിൽ വലിയ ട്രെൻഡാണ്. ഈ പുതിയ പിള്ളേരെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് ഒരു പകുതി വരെ അരാഷ്ട്രീയവാദമാണ്, രാഷ്ട്രീയത്തോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പാലാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പാലായിലെ വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാട് പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് അവർക്കൊരു തോന്നലുണ്ട്. അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് എന്താണ് ഒരു കാഴ്ചപ്പാട് അതിനെക്കുറിച്ച്? ഈ അരാഷ്ട്രീയവൽക്കരണത്തിനൊരു യുദ്ധമാണ് എൻ്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് രാഷ്ട്രത്തിനെതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കൂടെയാണ്. ജീവിതത്തിൽ രാഷ്ട്രഭക്തിയില്ലാത്ത, ദേശഭക്തിയില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന വഴി അതൊരു ആൻറ്റി നാഷണൽ മൂവ്മെൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ തലമുറയെ കൊച്ചു പിള്ളേരെ എടുത്തു നോക്കി അവിടെ മുതൽ നമ്മുടെ ഈ താഴെ വരുന്ന ഈ ജെൻസി ഉൾപ്പെടെയുള്ള ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കണം. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ, ആസ് എ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ, അതെൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് പാലായുടെ വികസന പ്രശ്നങ്ങൾ എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ അറിയിക്കാൻ അവർക്ക് ഞാൻ അവസരം കൊടുത്തു. അതവർ അറിയിക്കുന്നുണ്ട്. ധാരാളം ആളുകളാണ്, ഓരോ ചെറിയ വലുതായിട്ടുള്ള എത്രയോ വിഷയങ്ങൾ എന്നെ അറിയിക്കുന്നു. അതിനപ്പുറത്ത് എനിക്ക് ഈ പാലായെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെട്ടിപ്പടുക്കുന്ന സ്വപ്നങ്ങളിൽ അവരുടെയും പങ്കുണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് വർക്കൗട്ടായി, അത് വിജയിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു പറ്റം ചെറുപ്പക്കാർ ഈ നാടിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ ആപ്പ് വർക്ക് ചെയ്യുമ്പോഴെങ്കിലും എന്താണ് എൻ്റെ നാട്ടിലെ കുഴപ്പമെന്ന് അവർ അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു വലിയ ലക്ഷ്യം അവിടെ പൂർത്തിയായി. കാരണം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര വലുതായി ചിന്തിക്കാത്ത ഒരു ന്യൂ ജനറേഷൻ കൊണ്ട് ജെൻസിയെ കൊണ്ടല്ല ന്യൂ ജനയെ കൊണ്ട് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചു. അവർ അതിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, നല്ല റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം, ചില രാത്രിയിൽ 9 മണിക്ക് ശേഷം പാലായിൽ ചായ കുടിക്കാൻ സ്ഥലമില്ല. വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ അതൊരു സത്യമാണ്. പാലായിൽ 9 മണി, ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തായിരുന്നു, ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന രാത്രി 10 മണി 10:30 അത് കഴിഞ്ഞിട്ടൊരു ചായ കുടിയുണ്ട്. അത് രസമാണ്, ഒരു ഗെറ്റ് ടുഗദറാണ്, ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയി ഒരു ചായ കുടിക്കും. അപ്പോൾ ആ ചായ കുടി ഇവിടെ ഇല്ല. അപ്പം പിള്ളേർ പറയുന്നത് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഓൺലൈനൊക്കെ വരുന്നുണ്ട്. വൈകുന്നേരം വീട്ടിൽ വന്നു, ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് പുറത്തോട്ട് കറങ്ങാൻ ഇറങ്ങിയാൽ 9 മണിയാകുമ്പോൾ പാല ഇല്ല, പാല അടച്ചു പോവാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാനൊരു സ്ഥലം, വൈകുന്നേരം ഫുഡ് കഴിക്കാനൊരു സ്ഥലം, ചെറുപ്പക്കാർക്ക് ഗ്യാദർ ചെയ്യാനൊരു സ്ഥലം, ഇതൊക്കെ പാലയിൽ വേണം. എന്നാലും നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ പാലയിൽ നിൽക്കാൻ ചെറുപ്പക്കാർക്ക് താല്പര്യം തോന്നണ്ടേ? അതിന് റോഡും പാലം മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് അവരുടെ മനസ്സറിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും. കേരളത്തിൽ പൊതുവായി ഈ 140 മണ്ഡലങ്ങളിൽ ചെന്നാലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കേരളം ഒരു കാർഷിക കേരളമാണ്. കൃഷി ഇവിടുത്തെ ജനതയുടെ അടിസ്ഥാനപരമായ ഒരു ജീവനോപാധിയാണ്. പക്ഷെ പലപ്പോഴും ഈ കാർഷിക മേഖലയെക്കുറിച്ചുള്ള ഗഹനമായ ഒരു ചർച്ചയ്ക്ക് നിയമസഭകൾ, ഇടതു മുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും അവർ ഈ കാർഷിക മേഖലയുമായിട്ടുള്ള അല്ല ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ല പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒരു ഇരട്ടത്താപ്പ് കളിക്കുകയും നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടും സാധാരണക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താ? സംഘടിതമല്ലല്ലോ.
കർഷകൻ ഒരിക്കലും സംഘടിതമല്ല. അവൻ ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അവൻ ഭിന്നിച്ച് നിൽക്കുകയാണ്. കർഷകൻ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് കർഷകൻ എന്ന് പറയുന്നൊരു വർഗം സംഘടിതമായി നിന്നാൽ എല്ലാവരും ഇവിടെ ചർച്ച ചെയ്യും. അങ്ങനെ സംഘടിതമാകണം രാഷ്ട്രീയത്തിനപ്പുറത്ത്. ഞാനൊരു കർഷകനാണ്. കർഷകൻ്റെ കാര്യം പറയാൻ ഇവിടെ ആളില്ല. പ്രകൃതി സ്നേഹം പറയാൻ ഇവിടെ ആളുണ്ട്. കാട്ടുപന്നിയെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. കാട്ടുപന്നിയെ കൊല്ലുക തന്നെ ചെയ്യണം, ഒരു സംശയം വേണ്ട. അതിന് നിയമനിർമ്മാണം വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം. അതിന് നിയമമുണ്ട്. ആ നിയമം കൃത്യമായി നടപ്പിലാക്കാൻ ഗവൺമെൻറ് ഇച്ഛാശക്തി വേണം. അപ്പോൾ അതല്ല, നടപ്പിലാക്കാനല്ല ഉദ്ദേശം. ഇത് ഞാൻ പറയട്ടെ, ഒരു സൈലൻറ്റ് ഫോറസ്റ്റൈസേഷൻ നമ്മുടെ പ്രത്യേകിച്ചും പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റുകളെക്കാൾ കൂടുതൽ ഇതിൻ്റെ പുറകിലുള്ള കുറേ NGOs അല്ലെങ്കിൽ പരിസ്ഥിതി സംഘടനകൾ, ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർ കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ എല്ലാത്തിനും കേസും കൊടുത്ത് സുപ്രീം കോടതി വരെ കേസ് നടത്തി ശരിക്കും മലയോര കാർഷിക മേഖലയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു വിടാൻ, അത് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ വനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള വളരെ ഗൂഢമായ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടായി കാർഷിക വിളവിൽ നിന്നും വരുമാനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മുടെ ഈ തരിശായി കിടക്കുന്ന വനഭൂമിയൊക്കെ മനുഷ്യൻ കൃഷി ചെയ്യും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇടുക്കിയിൽ 50കളിൽ 60കളിൽ 70കളിലാണ് കുടിയേറ്റം ഉണ്ടായത്. അന്ന് എന്തുമാത്രം വലിയ വനത്തിലാണ് ജനം പോയി വെട്ടിത്തെളിച്ച് നമ്മൾ ഈ കാണുന്ന അവസ്ഥ നമ്മുടെ കാരണന്മാരുണ്ടാക്കി. ഇന്നത്തെ പോലെ സോഫിസ്റ്റിക്കേഷൻ വെപ്പൺസ് ഇല്ല, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന റോഡില്ല, സംവിധാനമില്ല. അന്ന് മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് നമ്മളീ കാണുന്ന നാട് കെട്ടിപ്പടുത്തൊരു കാരണന്മാർ നമുക്കുണ്ട്. ആ രക്തമാണ് നമ്മുടെ. ഒരു സംശയം വേണ്ട. കാർഷിക മേഖല നല്ല തിരിച്ചുവരവുണ്ടായാൽ വലിയ രീതിയിൽ കേരളത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ നിൽക്കും. ഇപ്പോൾ പോകുന്ന ഈ വനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് വീണ്ടും നാടായി മാറും. വലിയ മുന്നേറ്റം സാമ്പത്തിക രംഗത്തുണ്ടാകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്തെ മുഴുവൻ വിറപ്പിച്ച് ഈ മിസൈൽ വിട്ട് കളിക്കുന്ന ഇസ്രായേലിൻ്റെ വരുമാന മാർഗ്ഗം എന്താ? അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം ഇപ്പോഴും കൃഷിയാണ്. ആ കൃഷി എവിടെയാണ് ചെയ്യുന്നത്? മരുഭൂമിയിൽ, വെള്ളമില്ലാത്ത, നല്ല മണ്ണില്ലാത്ത ആഫ്രിക്കയിൽ നിന്ന് കപ്പലിൽ മണ്ണ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അവർക്കത് ചെയ്യാൻ പിന്നെ നമുക്ക് മണ്ണുണ്ട്, കാലാവസ്ഥയുണ്ട്, മഴയുണ്ട്, നമുക്കിതിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് നാടിന് വേണ്ടി ചിന്തിക്കണം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കണം. ഞാൻ അങ്ങനെ ചിന്തിക്കും. എനിക്ക് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണം. എൻ്റെ നാട്ടിൽ എൻ്റെ സഹോദരങ്ങളെല്ലാം വിദേശത്തോട്ട് പോകുന്നത് കാണുമ്പോൾ വിഷമമുള്ള ആളാണ് ഞാൻ. വിദേശത്തോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് വേണ്ടെന്ന് വെച്ച് നാട്ടിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അവരിപ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പോയില്ല ചേട്ടൻ ഞങ്ങൾക്ക് ജോലി തരുമോ? തരും എന്നെനിക്ക് പറയാൻ കഴിയണം. നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഞാനിവിടെ സൃഷ്ടിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു നാളെയാണ് എൻ്റെ സ്വപ്നം. ഒരാളുടെ കുറ്റം കൊണ്ട് മറ്റേയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം. എൻ്റെ നിയോജകമണ്ഡലത്തിന് അർഹതപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ അത് മേടിച്ചോണ്ട് വരാൻ എനിക്ക് കഴിവുണ്ടാകണം. പിന്നെ പാലയെക്കുറിച്ച് ഈ നാടിനോടാണ് സ്നേഹമെങ്കിൽ മറ്റൊരാൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒക്കെ ജനം ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാലായിൽ ഒരു വലിയ മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഈ പലപ്പോഴും രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ MLA ആയിരുന്ന സമയത്ത് പാലായ്ക്ക് അർഹമായ പല കാര്യങ്ങളും ചിലരുടെ ഇടപെടൽ കൊണ്ട് ചില നിഷേധിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട് എന്ന് പൊതുവെ ഒരു ജനസംസാരമുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടോ? എൻ്റെ സ്ഥലത്ത് മാത്രമല്ല, കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലും പാലായിലും തിരുവഞ്ചൂർ രാഷ്ട്രീയ നിയോജകമണ്ഡലത്തിലും ചാണ്ടിയമ്മൻ്റെ നിയോജകമണ്ഡലത്തിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. പാലായ്ക്ക് പ്രത്യേകിച്ചും ഒരു പ്രത്യേക ശക്തി തന്നെ, അതിന് ഫോഴ്സ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇനി അതിനൊക്കെ മാറ്റം വരും. ഈ ക്രൈസ്തവ വിശേഷ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പരീക്ഷകൾ വരുന്നു കുട്ടികളുടെ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരങ്ങളിൽ അത് വരുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ട് കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊരു ഇടപെടലും ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാടും ഒന്നാണ്. നമ്മൾ കാണുന്ന BJPയെ സംബന്ധിച്ചോളം നമ്മളത് തിരിച്ചറിയണം. അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, അവരുടെ പ്രധാനപ്പെട്ട ശത്രു ആരാന്നും കൂടെ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും അതൊക്കെ ഒരു മറ്റൊരു ഷീൽഡ് ഇട്ടിട്ടാണ് ഇവരെല്ലാം നമ്മളെയൊക്കെ സഭയൊക്കെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. ഈ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് എപ്പോഴാണ് അവതരിപ്പിച്ചത്? ഒരു ഞായറാഴ്ച. ഈ കേന്ദ്ര ബഡ്ജറ്റ് ഞായറാഴ്ച അവതരിപ്പിച്ചു. അത്ര അത്യാവശ്യമായിരുന്നെങ്കിൽ അതിൻ്റെ തലേന്നോ തലേ ദിവസമോ വേണമെങ്കിൽ അവതരിപ്പിക്കാമായിരുന്നു.
അപ്പോൾ അത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബിസിനസ് ചെയ്യും എന്തായാലും എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഉണ്ടായി JEE മെയിൻ എക്സാമിനേഷന് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശന പരീക്ഷ. ആ പരീക്ഷ നടത്തുന്ന 2 എണ്ണം, ഒന്ന് പെസഹ വ്യാഴാഴ്ചയും 2 ഈസ്റ്റർ ദിവസവും. നമുക്കറിയാം പെസഹ വ്യാഴാഴ്ച എത്രയോ നമ്മളുടെ ഒരു വിശേഷ ദിവസമായിട്ട്, പ്രാർത്ഥനാ ദിവസമായിട്ട് നമ്മൾ സഭ കാണുന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിലൊരു മാറ്റം വന്നിട്ടില്ല. ലോകരാഷ്ട്രങ്ങൾ അതൊക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ദിവസങ്ങളാണ്. ഇത് ദുഃഖ വെള്ളിയാഴ്ച കാത്തു സൂക്ഷിക്കുന്ന ദിവസം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ. അപ്പോൾ അങ്ങനെ വരുന്ന ഇന്ത്യയിൽ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ സഭയ്ക്കെതിരെ ബോധപൂർവമായിട്ടുണ്ടാകുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇപ്രകാരം ഒരു എക്സാം അന്നേ ദിവസം ചെയ്യുന്നു എന്ന് പറയുന്നത്, അന്നേ ദിവസം നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദീപികയിൽ തന്നെ ഒരു എഡിറ്റോറിയൽ വന്നു. ആ എഡിറ്റോറിയൽ എടുത്ത് വായിച്ച ജഡിപ്പിക്കുന്നതാണ്. അവിടെ ഒരാൾ ഒരു സഭയിലുള്ള അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ മരണമടഞ്ഞാൽ അവരുടെ വിശ്വാസമനുസരിച്ച് ശവടക്കാൻ കഴിയില്ല. അവരെടുക്കും, ബജ്രംഗളാണ് ആ ബോഡി എടുത്ത് പിന്നെ അവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ അവരനുസരിച്ച് അത് കത്തിക്കുക. ഇന്ന് ശവം അടക്കിയ പോലും ആ ശവം എടുത്തിട്ട് തിരിച്ച് കത്തിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മുടെ നാട് മാറുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ അജണ്ട എന്നുള്ളത് നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നടപടി തിരുത്തണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രാലയത്തിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും ഞാൻ നിവേദനം ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടി ഉണ്ടാകും എന്ന് കരുതും. പാലായിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുന്ന സാധാരണക്കാരൊക്കെ കാണുമ്പോൾ, ഈ മത്സരത്തിലെ അങ്ങയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ത്രികോണ മത്സരം എന്ന് പറഞ്ഞ 3 മുന്നണി എക്കാലത്തും ഉണ്ട്. പിന്നെ കുറച്ച് പബ്ലിസിറ്റിയും കുറച്ച് പോസ്റ്ററും കുറച്ച് ഫ്ലെക്സും വന്നു കഴിഞ്ഞാൽ ശക്തമാണെന്ന് നമുക്ക് തോന്നും. അതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ പറഞ്ഞാൽ ഏപ്രിൽ 9 എന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും ദിവസമല്ല. നമ്മൾ ഓർക്കുന്നുണ്ടാവും 7 വർഷക്കാലം മുമ്പ് ഏപ്രിൽ 9 അച്ചാച്ചൻ പാലായോടും കേരള സംസ്ഥാനത്തോടും വിട പറഞ്ഞത്. അതേ ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ കാണുന്നത് ഇപ്പോൾ അന്ന് ഒരു തലക്കെട്ടായി മിക്കവാറുമുള്ള ദൃശ്യമാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. അത് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് പറഞ്ഞത്: പാല അനാഥമായി, KM മാണി വിട പറഞ്ഞു, അല്ലെങ്കിൽ KM മാണി അന്തരിച്ചു. ഇത് തന്നെയായിരുന്നു ക്യാപ്ഷൻസ് എല്ലാത്തിനും ഉള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനുശേഷം പാല അനാഥമായിരുന്നു. എല്ലാ അർത്ഥത്തിലും, വികസന കാര്യത്തിലും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലും തീർച്ചയായും ജനങ്ങൾ ഒന്ന് ആഗ്രഹിക്കുന്നു. പാലായുടെ ആ പ്രതാപം, പാലായുടെ ആ സുവർണകാലം, ആ പെരുമ തിരിച്ചു കൊണ്ടുവരണം.